പ്രോൺസ് കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളെ കാണുന്നത്. നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് പ്രോൺസ്, കിങ് പ്രോൺസോ ഇനി ചെറുതായാലും ഏത് തരത്തിലുള്ള പ്രോൺസ് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 500 ഗ്രാം പ്രോൺസ് ആണ് എടുക്കുന്നത്. അതിലേക്ക് 2 തക്കാളി, 2 സവാള, ആവശ്യത്തിന് വെള്ളം, 3 പച്ചമുളക്, ഒരു കഷ്ണം പുളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 4 അല്ലി വെളുത്തുള്ളി, പകുതി ലെമൺ, കറിക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഏതെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കടുക്. പിന്നെ കറി ആയി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1 കപ്പ് തേങ്ങാപ്പാലും കൂടെ ചേർത്താണ് ഈ കറി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയും ചെയ്യണം. അതുവരെ ഒന്ന് കാത്തിരിക്കും. പ്രോൺസ് കറി നമുക്ക് തയ്യാറാക്കാം. മൺചട്ടി ഞാൻ അടുപ്പിലേക്ക് വെച്ചു. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂൺ എണ്ണ ഉണ്ടാവും. ഇനി നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് വെച്ചേക്കുവാണ്, അതിടാം. ഇനി അതിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻ, ഇവിടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് വാടിക്കഴിഞ്ഞു. ഇഞ്ചിയൊക്കെ ആദ്യമേ തന്നെ നമ്മൾ ഇച്ചിരിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് സവാള ഇട്ടത്. സവാള നമ്മളിവിടെ സ്ലൈസ് ചെയ്യുകയല്ല ചെയ്തിരിക്കുന്നത്, ചോപ്പാണ്. പക്ഷെ ഒരുപാട് അങ്ങോട്ട് തീരെ ചെറുതായിട്ടല്ല വേണം. ഇതങ്ങ് ഒരുപാട് അങ്ങോട്ട് വഴന്നിട്ടില്ല, എന്നാൽ അത് അത്യാവശ്യം വെന്തിട്ടുണ്ട്. ആ ഒരു പാകത്തിന് നമുക്കതവിടെ നിർത്താം. ഇനി നമ്മൾ ചെയ്യുന്നത്, ഞാനിവിടെ ഫ്രോസൺ പ്രോൺസാണ് ഉപയോഗിക്കുന്നത്. അതിനെ നന്നായിട്ട് ഞാൻ കഴുകിയെടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. അതിലേക്ക് നമ്മളൊരു ഹാഫ് ലൈം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് പിഴിഞ്ഞൊഴിക്കുക. ഇത് മാരിനേഷനൊന്നും ആവശ്യമില്ല, നമ്മളിതിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തീ കൂട്ടി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി. നമുക്കിതിലേക്ക് ഉപ്പും കൂടെ ചേർക്കാം. അതിൽ നിന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങുന്നുണ്ട്, അതൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. നമുക്ക് നിരത്തിയിടാം. നമ്മൾ ചെയ്യുന്ന വിധം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു, എണ്ണ ചൂടാക്കി അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്തു. അതുകൊണ്ട് നമ്മളങ്ങ് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ ആവശ്യമില്ല. ഒരു പകുതി ഒന്നായി കഴിയുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരുന്ന, അതായത് ക്യൂബ്സായിട്ടോ ഡൈസ് ചെയ്തതോ അല്ലെങ്കിൽ ചോപ്പ് ചെയ്യുകയൊക്കെ പറയുന്ന പോലെ സവാള നമ്മൾ അരിഞ്ഞതിലേക്ക് ഇട്ടു. അതും ഒന്ന് പകുതി വാടിക്കഴിഞ്ഞപ്പോൾ കഴുകി വെച്ച പ്രോൺസ് നമ്മളിതിലേക്കിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഉപ്പും ആവശ്യത്തിന് ചേർത്ത് അതാണിപ്പോൾ അടുപ്പിലിരിക്കുന്നത്. അതൊന്നായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒക്കെ നമുക്ക് ചേർക്കാം. പ്രോൺസും ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ കിടന്ന് വേകാൻ തുടങ്ങിയിട്ടൊരു 5 മിനിറ്റായി. നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പിന്നെ അടുത്തത് മഞ്ഞൾപ്പൊടി. നമുക്കൊന്ന് ഇളക്കാം. പ്രോൺസ് നമുക്ക് പലതരത്തിൽ നമുക്ക് കറി വയ്ക്കാം. പ്രോൺസ് മസാല ഉണ്ടാക്കും, കറിയാണെങ്കിൽ തന്നെ തേങ്ങ അരച്ച് കറി വെക്കും, ഇറച്ചിക്കറി വെക്കുന്ന പോലെ വയ്ക്കും, നമ്മുടെ സാധാരണ പുളിയിട്ട് നമ്മൾ വയ്ക്കും, തക്കാളി മാത്രം ചേർത്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് പലതരത്തിൽ നമുക്ക് പ്രോൺസ് ചെയ്യാൻ പറ്റും. ഉപ്പൊന്ന് നോക്കുന്നതിലേക്ക് ഇച്ചിരി കുറവാണ്.
ഇപ്പോൾ നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് അതുപോലെ ഒരു മിനിറ്റോളം നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കി. ഈ പ്രോൺസ് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഫ്രൈ ആക്കുന്നൊന്നുമില്ല. ഞാൻ അതൊന്ന് കുക്കായി വരുന്ന ഇതിൻ്റെ ഓരോ പ്രോസസ്സിലും അതിന് കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമ്മുടെ പുളിവെള്ളമാണ്. ഒരു കഷ്ണം പുളി ഞാനൊന്ന് മുറിച്ചിട്ട് അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടിരുന്നു. അത് ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഒരു കഷ്ണം പുളിനെ 3 ഞാൻ മുറിച്ചിട്ടു. കഴിഞ്ഞില്ല. ഇനി നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ കലക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇത്രയും പാലാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അത് ഈ കറിയിലേക്ക് ചേർക്കുന്നു. 3 ടേബിൾ സ്പൂണാണ്. സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രഷ് തേങ്ങയുടെ പാലുണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ അരമുറി തേങ്ങയുടെ 1/4 പാൽ മാത്രം മതിയാവും. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ നമ്മൾ പച്ചമുളക് 3 ഇട്ടു, തക്കാളി 2 അരിഞ്ഞതും കൂടി ഇട്ടു. അത് വേവിച്ച് ഇപ്പോൾ ചാറ് നല്ല കുറുകിയ പരുവത്തിന് ഇരിപ്പുണ്ട്. കണ്ടില്ലേ, ചാറ് കുറുകി ഇരിപ്പുണ്ട്. ഞാൻ അതിൻ്റെ ഉപ്പ് പുളിയൊക്കെ നോക്കി എല്ലാം നല്ല പാകത്തിനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് താളിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇതിങ്ങനെ കൂട്ടുന്നതുകൊണ്ട് ഒരു തരക്കേടുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ കടുക് താളിക്കണ്ട. ഞാനിവിടെ കടുക് താളിക്കാൻ ഉപയോഗിക്കുന്നത് എണ്ണ, കടുക്, 2 വറ്റൽമുളക്, ലേശം കറിവേപ്പില. ഇത്രയും സാധനങ്ങൾ മൂപ്പിച്ച് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി കഴിയും. അതിരുചിയേറിയ ഒരു കറി നമുക്ക് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തു. മൺചട്ടി ആയതുകൊണ്ട് കുറച്ചും കൂടി ഇരുന്ന് തിളച്ചത് വറ്റും. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കടുക് താളിക്കാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒരല്പം എണ്ണ ഒഴിച്ച് കടുക് താളിച്ചതിലേക്ക് ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പ്രോൺസ് കറിക്കകത്തോട്ട് ഞാൻ കടുക് താളിച്ചത് ചേർക്കുകയാണ്. കടുക് താളിച്ചത് കാണുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും. കാരണം വളരെ കുറച്ച് എണ്ണയ്ക്കകത്ത് ഞാനിത് വറുത്ത് വെച്ചിരിക്കുന്നു. അത്ര എണ്ണയേ ഉള്ളൂ. ലേശം, അതായത് കടുക് പൊട്ടിച്ചെന്നുള്ളതിൻ്റെ ഒരു രുചി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തിരിക്കുന്നതാണ്. ഇനി നമുക്കൊന്ന് ഇളക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ പ്രോൺസ് കറി തയ്യാറായി കഴിഞ്ഞു. നല്ല വൈറ്റ് റൈസിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ അതിരുചിയേറിയ ഒരു കറിയാണിത്. പൊറോട്ട, ചപ്പാത്തി, റൈസ്, കപ്പ, ബ്രെഡ്, ഏത് സാധനത്തിൻ്റെ കൂട്ടത്തിലും യോജിക്കുന്ന ഒരു കറിയാണ്. ഏത് കൊച്ചു പിള്ളേർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കറി. ഇത് നമ്മൾ അധികം മുളകൊന്നും ചേർത്തിട്ടില്ല. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3-4 പച്ചമുളക്, ഇത്രയാണ് നമ്മൾ എരിവിനായിട്ട് ചേർത്തിരിക്കുന്നത്. പാകത്തിന് എരിവൊക്കെ ഉള്ളൂ. നമുക്കൊരു 6 പേർക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനായിട്ടുള്ളൊരു പ്രോൺസ് കറിയാണ്. കടയിൽ നിന്ന് മേടിച്ച് നമുക്കിതിൻ്റെ പകുതി പോലും കിട്ടില്ല. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.